ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ മൊഡ്യൂൾ 3 ആണ് തുടങ്ങുന്നത്. അതിൽ മൊഡ്യൂൾ 3ൽ ഫസ്റ്റ് പാർട്ടായ ഫണ്ട് ഫ്ലോ അനാലിസിസ്, എന്താണ് ഫണ്ട് ഫ്ലോ അനാലിസിസ്, അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നോക്കുന്നത്. ഇപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഒരു പുതിയ സബ്ജക്റ്റാണ്, പക്ഷേ നമ്മൾ പഠിക്കുന്ന അക്കൗണ്ട്സിൻ്റെ ഒരു കണ്ടിന്യൂഷനുമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഫണ്ട് ഫ്ലോ അനാലിസിസിനെ പറ്റിയാണ് പഠിക്കുന്നത്. സാധാരണ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്കെന്താണ്, ബാലൻസ് ഷീറ്റും അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമാണ്, ശരിയല്ലേ? അപ്പോൾ ബാലൻസ് ഷീറ്റ് എന്തുവാ സൂചിപ്പിക്കുന്നത്? അതൊരു സമ്മറി ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ആൻ അണ്ടർടേക്കിംഗ് ഓൺ എ പർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈം, അല്ലേ? അതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ അസറ്റ്സും ലയബിലിറ്റീസും കാണിക്കുന്നത് എന്താണ്, ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മുടെ ബിസിനസ്സിൽ എന്തൊക്കെ അസറ്റ്സ് ഉണ്ട്, എന്തൊക്കെ ലയബിലിറ്റീസ് ഉണ്ടെന്ന് കാണിക്കുന്നതാണ് ആര്, ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യും, ഗീവ്സ് എ ക്ലിയർ വ്യൂ ഓഫ് റിസോഴ്സസ് ഓഫ് നമ്മുടെ ലയബിലിറ്റീസ്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ യൂസസ്, ആ ലയബിലിറ്റീസ് കൊണ്ട് നമ്മൾ എന്തൊക്കെ അസറ്റ്സ് മേടിച്ചു, എന്തൊക്കെ യൂസസ് ചെയ്തു, അത് ഈ പർട്ടിക്കുലർ ടൈമിൽ എങ്ങനെ ഇരിക്കുന്നു, അതിൻ്റെ സ്റ്റേജ്, അതിൻ്റെ ഡിപ്രീസിയേഷനൊക്കെ കഴിഞ്ഞിട്ട് എത്ര വാല്യൂ ഉണ്ട്, അത് ഇൻക്രിമെൻറ്റ് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ഉണ്ട്, എങ്ങനെയെല്ലാം ആ പർട്ടിക്കുലർ ടൈമിൽ എന്താണ് അതിൻ്റെ പൊസിഷൻ എന്ന് കാണിക്കണമെന്ന് തോന്നുന്നു ബാലൻസ് ഷീറ്റിൽ തരുന്നത്. But it does not disclose the causes for changes in the assets and liabilities between two different point of time. രണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ എന്തൊക്കെയാണ് അതിൽ വന്ന മാറ്റങ്ങളെന്ന് ആ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നുണ്ടോ? ഇല്ല. നമ്മളങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റും ഈ വർഷത്തെ ബാലൻസ് ഷീറ്റും ഒക്കെ എടുത്തു വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കേണ്ടി വരും. കഴിഞ്ഞ വർഷം ഇത്ര ക്യാഷ് ഉണ്ടായിരുന്നു, ഈ വർഷം ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞ വർഷം അസറ്റ്സ് ഇത്ര ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫർണിച്ചർ ഇത്രയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, ഓൺ ദ സ്പോട്ട് അനലൈസ് ചെയ്യണം. പക്ഷേ ഒരു ഹ്യൂജ് ബിസിനസ്സൊക്കെ ആകുമ്പോൾ അത് അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത്, ഒരു ബാലൻസ് ഷീറ്റ് ഫുൾ എടുത്ത് വെച്ചിട്ട് 2 വർഷത്തെ ബാലൻസ് ഷീറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ശരിയല്ലേ? അപ്പോൾ ബാലൻസ് ഷീറ്റ് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു സമ്മറി, അസറ്റ്സും ലയബിലിറ്റീസിൻ്റെയും ഒരു സമ്മറി മാത്രമേ നമുക്ക് തരുന്നുള്ളൂ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ. അതൊരിക്കലും എന്ത് ചെയ്യുന്നു, ഒരു 2 ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് ടൈമിലുള്ള അതൊന്നും ചേഞ്ചസോ അനലൈസോ ഒന്നും നമുക്ക് തരുന്നില്ല. ഓക്കെ, ബാലൻസ് ഷീറ്റ് മനസ്സിലായി. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, റിഫ്ലെക്ട്സ് ദ റിസൾട്ട് ഓഫ് ദ ബിസിനസ് ഓപ്പറേഷൻ ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. ഒരു പർട്ടിക്കുലർ പീരീഡ്, ചിലപ്പോൾ നമ്മൾ 1 വർഷമായിരിക്കാം, അല്ലെങ്കിൽ 6 മാസമായിരിക്കും. ആ പോയിന്റിൽ നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻ്റെ റിസൾട്ട്, അതിൻ്റെ എന്താണ്, നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ, അത് കാണിക്കുന്നതാണ് എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇൻഡിക്കേറ്റ്സ് ദ റിസോഴ്സസ് പ്രൊവൈഡഡ് ബൈ ഓപ്പറേഷൻസ്. എന്ത് ചെയ്യുന്നു, പൊതുവെ പറയുകയാണെങ്കിൽ എന്താണ്, എന്തൊക്കെ റിസോഴ്സസ് ഉണ്ടോ ആ റിസോഴ്സിനെ വെച്ച് നമ്മൾ എത്രമാത്രം എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ ലോസ് ആയി എന്ന് നമ്മൾ നോക്കുന്നതാണ്. ആ ഒരു റിസൾട്ടിനാണ് എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ്. പക്ഷേ ഒരിക്കലും തന്നെ ദർ ആർ മെനി ട്രാൻസാക്ഷൻ ടു ടേക്ക് പ്ലേസ് ഇൻ അണ്ടർടേക്കിംഗ് വിച്ച് ഡു നോട്ട് ഫൈൻഡ് എ പ്ലേസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പല ട്രാൻസാക്ഷൻസും വരാറുണ്ട്, അതൊന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരാറേ ഇല്ല, ശരിയല്ലേ? നമ്മൾ എന്താ പറയണത്, ഇപ്പോൾ എക്സ്പെൻസസും ഇൻകംസും മാത്രമേ നമ്മൾ കാണിക്കാറുള്ളൂ, അല്ലേ? നമുക്ക് ഉണ്ടായ എക്സ്പെൻസസ് അതുപോലെ നമുക്കുണ്ടായ ഇൻകംസേ കാണിക്കാറുള്ളൂ, അല്ലാതെ ലയബിലിറ്റീസ് ഉണ്ടായതോ അങ്ങനെയൊന്നും നമ്മൾ കാണിക്കാറില്ല പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ശരിയല്ലേ? അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എന്താണ്, ഒരു റിസൾട്ട്, ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ എന്ത് പ്രോഫിറ്റാണ് ഉണ്ടായെന്നുള്ള ഒരു റിസൾട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാറുള്ളൂ. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ബാലൻസ് ഷീറ്റിൽ ഒരു അനാലിസിസ് കാണിക്കില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസിലാണെങ്കിൽ പല ട്രാൻസാക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, അവരുടെ എല്ലാം എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ്, ബാലൻസ് ഷീറ്റിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു അസറ്റ്സും ലയബിലിറ്റി ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ കാണിക്കുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള റിസൾട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിന് രണ്ടിനെയും കൂടെ എന്ത് ചെയ്യുന്നു, ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഒരു അനദർ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്? പ്രിപ്പയർ ടു ഷോ ദ ചേഞ്ചസ് ഇൻ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി ഫ്രം ദ എൻഡ് ഓഫ് 1 year ടു ദ എൻഡ് ഓഫ് ഇയർ. എന്ന് പറഞ്ഞാൽ
അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും ചേഞ്ചസിനെ കാണിക്കുന്നതാണ്. ഒരു വർഷത്തിൽ നിന്നും വേറൊരു വർഷത്തിലേക്ക് ചേഞ്ചസിനെ കാണിക്കുന്നതാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കോൾഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻസ്. എന്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റിനെ വിളിക്കുന്നത്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വേറൊരു പേര് വിളിക്കുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ. ഫിനാൻഷ്യൽ പൊസിഷനിലുള്ള ചേഞ്ചസ്, അതായത് കഴിഞ്ഞ വർഷത്തെ എന്താണ് അസറ്റ്സും ലയബിലിറ്റീസിലുള്ള അതിനെക്കാട്ടിയും എത്രമാത്രം ഈ വർഷത്തെ അസറ്റ്സും ലയബിലിറ്റിയും ചേഞ്ചസ് ആയി എന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് തോന്നുന്നത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോൺസെപ്റ്റ് ഓഫ് ഫണ്ട് അല്ലെങ്കിൽ മീനിങ് ഓഫ് ഫണ്ട് എന്ന് വേണമെങ്കിലും പറയാം നമുക്ക്. ഓക്കെ, അതിൽ നാരോ സെൻസിൽ പറയുകയാണെങ്കിൽ എന്തുവാണ് ഇത്? ഫണ്ടെന്ന് പറയുമ്പോൾ എന്തുവാണ്? ക്യാഷ്. ഫണ്ടെന്ന് പറയുമ്പോൾ എന്തുവാണ്? സാധാരണ നമ്മൾ നാരോ സെൻസിൽ പറയുകയാണെങ്കിൽ ഫണ്ടെന്ന് പറയുമ്പോൾ ക്യാഷ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തുവാണ്? പ്രിപ്പയർഡ് ഓൺ ദിസ് ബേസിസ് വിൽ സ്റ്റാൻഡ് ഫോർ എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നെക്സ്റ്റ് ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. എന്ന് പറഞ്ഞാൽ ക്യാഷിനെ ബേസ് ചെയ്ത് മാത്രം നമ്മൾ ക്യാഷാണ് നമ്മളെ ഫണ്ട് എന്ന് പറഞ്ഞുള്ള രീതിയിൽ നമ്മൾ എടുത്താൽ അതാണെന്ന് തോന്നുന്നത് നാരോ സെൻസിൽ എടുക്കുന്നത് ഫണ്ട് എന്ന് പറയുന്നത്. ഇനി കുറച്ചും കൂടെ ബ്രോഡർ സെൻസിലാണെങ്കിൽ എടുക്കുന്നത് ഫണ്ട് എന്ന് പറയുമ്പോൾ എന്തുവാണ്? ഇറ്റ്സ് എ മണി വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കും. മണി വാല്യൂ ആയിട്ട് നമ്മൾ എടുത്താൽ അതിനെ വിളിക്കുന്ന പേരാണെന്ന് തോന്നുന്നത് ബോർഡർ സെൻസിൽ എടുത്താൽ മണി വാല്യൂ ആയിട്ട് എടുക്കാം. ഇനി സാധാരണ പോപ്പുലർ സെൻസിൽ നമ്മൾ ഫണ്ട് എന്ന് പറയുന്നത് നമ്മളെ വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫണ്ട് എന്ന് പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ് ഓവർ കറണ്ട് ലയബിലിറ്റീസ് ആണെന്ന് തോന്നുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ ഫണ്ട് എന്ന് പോപ്പുലർ സെൻസിൽ എടുക്കുന്നത്. ഓക്കെ, ഇപ്പം 3 രീതിയിൽ നമുക്ക് ഫണ്ട് എടുക്കാം. ഇനി വർക്കിംഗ് ക്യാപിറ്റലിന് തന്നെ 2 കോൺസെപ്റ്റ് ഉണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ 2 രീതിയിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ. ഒന്ന് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്. അപ്പോൾ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്തുവാണ്? റെഫേഴ്സ് ടു ദ ഫേംസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഓൾ കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സിലുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് തോന്നുന്നത് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കാം. പക്ഷേ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്തുവാണ്? എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലയബിലിറ്റി. നോർമലി നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എടുക്കുന്നതും അങ്ങനെയാണ് അല്ലേ? എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ് ഓവർ കറണ്ട് ലയബിലിറ്റിയാണ് നമ്മളും വർക്കിംഗ് ക്യാപിറ്റൽ. അതാണ് എന്താണ് പോപ്പുലറായിട്ട് നമ്മൾ എടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായി. നെക്സ്റ്റ് 1-2 ടേംസ് ആണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന ടേംസ് തന്നെ എല്ലാം. ഫസ്റ്റ് വൺ ഈസ് കറണ്ട് അസറ്റ്. എന്താണ് കറണ്ട് അസറ്റ്? കറണ്ട് അസറ്റ്സ് ആർ ദ അസറ്റ്സ് വിച്ച് ആർ ലൈക്ലി ടു ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് or cash equivalent within 12 months from the date of balance sheet or within the period of operating cycles. എന്തെന്ന് പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആയിട്ട് മാറ്റുന്നതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കറണ്ട് അസറ്റ് എന്ന് വിളിക്കാം. എക്സാമ്പിൾ പറയുമ്പോൾ ക്യാഷോ ക്യാഷ് ഇക്വലൻസ് അല്ലെങ്കിൽ ബാങ്ക്, ക്യാഷ് അറ്റ് ബാങ്ക്, ചെക്ക്, അതൊക്കെ പറയും. പിന്നെ ട്രേഡ് റിസീവബിൾസ്, ബിൽസ് റിസീവബിൾ, സൺഡ്രി ഡെറ്റേഴ്സ്, അങ്ങനെയുള്ളത്. ദെൻ ഇൻവെൻട്രീസ് അല്ലെങ്കിൽ സ്റ്റോക്സ്, പിന്നെ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, ഷോർട്ട് ടേം ലോൺസ്, അഡ്വാൻസസ്, പിന്നെ അതർ കറണ്ട് അസറ്റ്സ്. ഇതെല്ലാം എന്തുവാണ്? നമുക്ക് കറണ്ട് അസറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റീസ് ആണ്. Current liabilities are those liabilities which are payable within a period of 12 months from the date of balance sheet or within the period of operating. എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് തന്നെ നമുക്ക് അടച്ചു തീർക്കാൻ പറ്റുന്നതായിട്ടുള്ള ലയബിലിറ്റീസിനെ വിളിക്കുന്ന പേരാണ് തോന്നുന്നത് കറണ്ട് ലയബിലിറ്റീസ് എന്ന് വിളിക്കും. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ എന്താണ്? ഷോർട്ട് ടേം ബോറോവിങ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിനെ പോലുള്ളത്, പിന്നെ ട്രേഡ് പേയബിൾസ് അതായത് ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, പിന്നെ അൺക്ലെയിംഡ് ഡിവിഡൻറ്റ്, കോൾസ് ഇൻ അഡ്വാൻസ്, അതുപോലെ ഷോർട്ട് ടേം പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് പേയബിൾ, പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ്, അങ്ങനെ ഉള്ളതാണെന്ന് തോന്നുന്നത് കറണ്ട് ലയബിലിറ്റീസിന് എക്സാമ്പിൾ. നെക്സ്റ്റ് പറയുന്നത് നോൺ കറണ്ട് അസറ്റ്സ്. നോൺ കറണ്ട് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ആർ ഫിക്സഡ് ഇൻ നേച്ചർ. ഫിക്സഡ് അസറ്റ്സിനെയാണ് നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. ദേ ഇൻക്ലൂഡ് ഓൾ fixed assets like land and building, plant and machinery, furniture and fittings, long-term investment, intangible assets. ഇൻറ്റാഞ്ചിബിൾ അസറ്റ്സും ഫിക്സഡ് അസറ്റും ചേർന്നതാണ് നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. ഇൻറ്റാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ് വില, പേറ്റൻറ്റ്, നമുക്ക് കാണാൻ പാടില്ലാത്തതുള്ളത് എന്താണ്? ഗുഡ് വില, പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, എക്സെട്ര, ഇതൊക്കെയാണ് നോൺ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ഇനി നോൺ കറണ്ട് ലയബിലിറ്റീസ്.
ഓൾ ലയബിലിറ്റീസ് അതർ ദാൻ കറണ്ട് ലയബിലിറ്റീസ് ആർ കോൾഡ് എന്താണ്? നോൺ കറണ്ട് ലയബിലിറ്റീസ്. All liabilities other than current liabilities are called എന്താണ്? നോൺ കറണ്ട് ലയബിലിറ്റീസ്. They include ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ്, ഷെയർ പ്രീമിയം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്രെഡിറ്റ് ബാലൻസ് റിസർവ്സ്, ഇതൊക്കെയാണ് എന്താണ് നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത്, ഒരു ജനറൽ ഇൻട്രൊഡക്ഷനാണ് പഠിച്ചത്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.